ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസിയിലൊരു ചാപ്റ്റർ 1 വരുന്ന ഒരു പ്രോബ്ലമാണ്. വളരെ എളുപ്പത്തിൽ പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിൽ നിന്നാണ് നമ്മൾ ആ പ്രോബ്ലം വരയ്ക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ആ ഒരു അക്കൗണ്ടേ ഉള്ളൂ, അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുള്ളതൊക്കെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായും അത് പോയി കാണുക. ഓക്കെ, നിങ്ങളെല്ലാവരും നിയോ ഹോം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ ആപ്പിലേക്ക് പോവുകയാണെന്നുള്ളത്. അപ്പോൾ ആപ്പുമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. AI ടൂളുള്ള ആപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന തരത്തിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാവും, അതുപോലെ ഡിസ്കഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വളരെ ലൈഫിൽ നല്ല സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് +2ലേക്ക് സാധിക്കും. പക്ഷേ അത് നമ്മൾ ഇനിയിപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോകാമെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. സോണ ആൻഡ് ജെറിൻ സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓൺ 1 ജാനുവരി 2004 അല്ലേ. 2004 സോണയും ജെറിനും എന്ത് ചെയ്തു, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ സോണ കോൺട്രിബ്യൂട്ട്സ് 50,000, ജെറിൻ കോൺട്രിബ്യൂട്ട്സ് എത്ര 25,000 ക്യാപിറ്റൽ. സോണ എത്ര കൊണ്ടുവന്നു, 50,000, ജെറിൻ 25,000 കൊണ്ടുവന്നു. എന്തായിട്ട്, ക്യാപിറ്റലായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 2:1 അല്ലേ. 2:1 എന്ന റേഷ്യോ പ്രകാരം ഇവരെന്ത് തീരുമാനിച്ചു, പ്രോഫിറ്റ് ഷെയറിങ്, ലാഭവും നഷ്ടവും ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സോണ വാസ് എൻറ്റൈറ്റിൽ ടു എ സാലറി ഓഫ് ₹2,000 പെർ മന്ത് അല്ലേ. സോണ എന്ത് തീരുമാനിച്ചു, മാസം 2,000 വെച്ചിട്ട് എന്ത് ചെയ്തു, സാലറി വാങ്ങിക്കാം. എവിടെ നിന്ന്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിന്ന് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ദെൻ പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ അറ്റ് 5% per annum. പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റലിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിൽ കിട്ടുന്നുണ്ട്. എത്ര ശതമാനമാണ്, 5% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ദ ഡ്രോയിങ്സ് ഓൺ സോണ ആൻഡ് ജെറിൻ ഡ്യൂറിങ് ദ ഇയർ ആർ ₹9,000 ആൻഡ് 6,000 അല്ലേ. ഒരാൾക്ക് 9,000 പിന്നെ ഒരാൾക്ക് 6,000. സോണയ്ക്ക് 9,000, ജെറിന് 6,000 റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയാണ് അവർ എന്ത് വീഴ്ചെടുക്കുന്നത്, അതിൻ്റെ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അവർ ആ ഡ്രോയിങ്സ് ഇങ്ങനെയാണ് അവർ എടുക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ പറയുന്നത് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പ്രകാരം 15,000 ഇവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോർമാറ്റിലുണ്ട്. അതായത് ഡേറ്റ്, പെർട്ടിക്കുലർ, JF, ആരൊക്കെയാണോ ഉള്ളത് ആ 2 വ്യക്തികളുടെ പേര്, അതേപോലെ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരയ്ക്കുക. ഓക്കെ, ഇതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. നമ്മുടെ നിന്ന് കുറയുന്നതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യുക. ഇങ്ങനെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സോണ ആൻഡ് ജെറിൻ സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓൺ 1 ജാനുവരി 2004. 2004 അവരെന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ എന്താ എഴുതേണ്ടത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അല്ലേ, എന്ത് കിട്ടുന്നുണ്ട്, ക്യാപിറ്റൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് എവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എത്രയാണ് സോണ കൊണ്ടുവന്നിരിക്കുന്നത്, 50,000, ജെറിൻ കൊണ്ടുവന്നിരിക്കുന്നത് 25,000. ഓക്കെ, ദെൻ സോണ കോൺട്രിബ്യൂട്ട് 50,000 ആൻഡ് 25,000 ക്യാപിറ്റൽ. നമ്മൾ എന്ത് ചെയ്തു, രണ്ടും എഴുതി. പിന്നെ പറയുകയാണ് അവരെന്ത് ചെയ്തേ, ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ അല്ലേ. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നുണ്ട്, സോണ വാസ് എൻറ്റൈറ്റിൽ ടു സാലറി ഓഫ് എത്രയാണ്, 2,000 പെർ മന്ത്. 2,000 സോണ എന്ത് ചെയ്യുന്നുണ്ട്, മാസം എടുക്കുന്നുണ്ട് അല്ലേ, സാലറി ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 2,000 × 12 എത്രയാണ്, 24,000 അല്ലേ.
അപ്പോൾ ഇതിൽ നമ്മൾ എവിടെ എഴുതുക, ഇതിലെന്താ പറയുക സംഭവിച്ചത് എന്താണ്, നമുക്ക് കിട്ടുന്നതാണ്, ആർക്ക് സോണയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബൈ സാലറി 24,000 എന്ന് എഴുതി. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് എന്താണ്, അവൻ്റെ എന്താ പറയുക, പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻവെസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ. എത്ര 5% ആണ് അവർക്ക് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് കാൽക്കുലേഷൻ ചെയ്യുന്നത് നോക്കാം. സോണ 15,000 കൊണ്ടുവന്നു. 15,000 ഇൻറ്റു 5/100 ആണ് എത്രയാണ് 2,500. ജെറിൻ 25,000 കൊണ്ടുവന്നു. 25,000 ഇൻറ്റു 5/100 ആണ് 1,250 എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ബൈ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണല്ലോ അല്ലേ, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500ഉം അതുപോലെ 1,250ഉം എഴുതി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ. ദെൻ അടുത്തതായിട്ട് എന്ത് കിട്ടേണ്ട അവർക്ക് 15,000 ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ മേക്കിംഗ് അല്ലേ. അവർ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര 15,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ടിലിടുക പ്രോഫിറ്റ് ഷെയറിങ്. എത്ര ഈസ്റ്റ് പ്രകാരമാണ് അവർ പ്രോഫിറ്റ് ഷെയറിങ് ചെയ്യുന്നത്, 2:1 അല്ലേ, എന്ന റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ഷെയറിങ് ചെയ്യുന്നത്. അപ്പോൾ സോണ 15,000 ഇൻറ്റു 2/3 എത്രയാണ്, 15,000 ഇൻറ്റു 2/3 എന്ന് പറയുന്നത് 10,000. ജെറിൻ 15,000 ഇൻറ്റു 1/3 എത്രയാണ് 5,000. അവർ 2:1 എന്ന റേഷ്യോ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യണത്. അപ്പോൾ 2ഉം 1ഉം ചേർത്തിയാൽ 3, അങ്ങനെയാണ് 2/3യും 1/3 നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടണതാണല്ലോ അല്ലേ. അപ്പോൾ നേരെ നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതി. എത്രയാണ് സോണയ്ക്ക് കിട്ടുന്നത് 10,000ഉം പിന്നെ ജെറിന് എത്രയാണ് കിട്ടുന്നത് 5,000. പിന്നെ ഇതിൽ നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് എന്താണ്, അതായത് അവർ ഡ്രോയിങ്സ് എടുക്കുന്നുണ്ട്. ഡ്രോയിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ എന്താ സംഭവിക്കുക, ഡ്രോയിങ്സിൽ കുറയാണ് അല്ലേ, നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയാണ്. അപ്പോൾ എവിടെ എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡ് ടു ഡ്രോയിങ്സ്. എത്രയാണ് സോണ 9,000ഉം ജെറിൻ 6,000ഉം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അത് അവിടെ രണ്ടും എടുത്ത് എഴുതി. ഓക്കെ, ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും പ്രോബ്ലത്തിലുള്ള എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിലെടുത്ത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടലാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് സോണയുടെ സൈഡ് കൂട്ടിയപ്പോൾ ടോട്ടൽ 86,500 86,500 കിട്ടി. ജെറിൻ്റെ സൈഡ് കൂട്ടിയപ്പോൾ 31,250 നമുക്ക് കിട്ടിയത്. ദെൻ ഇപ്പുറത്ത് വരുമ്പോൾ 9,000 6,000.